നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2019 ഓണം എക്സാമിനേഷന് 10ാം ക്ലാസ്സുകാർക്ക് കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് സബ്ഷെൽ എമംഗ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് എനർജി? 2p, 4s, 3d, 3p. ഒന്നുകൂടെ വായിക്കാം. വിച്ച് സബ്ഷെൽ എമംഗ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് എനർജി? 2p, 4s, 3d, 3p. ആൻസർ 3d. 3d ആണ് ആൻസർ. എന്തെന്നാൽ 1s, 2s, 2p, 3s, 3p വരെ ഒരേ ഓർഡറിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത്. പക്ഷേ 3pക്ക് ശേഷം അടുത്ത ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 4sലാണ്. 4sൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് 3dയിലേക്ക് ഫില്ല് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് 3d ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് എനർജി ഉള്ള സബ്ഷെലായി മാറിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസ് GMM പ്രസൻറ്റ് ഇൻ 56 ഗ്രാം നൈട്രജൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് GMM പ്രസൻറ്റ് ഇൻ 56 ഗ്രാം നൈട്രജൻ. ആൻസർ, ഫസ്റ്റ് നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് തന്നിരിക്കുന്ന ഡാറ്റാസ് മൊത്തം എഴുതണം. ഇവിടെ മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ ഗിവൺ ആണ്. മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ 28 ഗ്രാം ആണ്. ഗിവൺ മാസ് 56 ഗ്രാം ആണ്. അപ്പോൾ GMM കാണുന്ന ഫോർമുല ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. അപ്പോൾ ഗിവൺ മാസ് 56 ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ 28 ഗ്രാം. 56 ഗ്രാം ഡിവൈഡഡ് ബൈ 28 ഗ്രാം ഇസ് ഈക്വൽ ടു 2 ഗ്രാം. അപ്പോൾ GMM 2 ഗ്രാം. Third question, which of the given metal reacts vigorously with water? Copper, iron, sodium, gold. Which of the given metals reacts vigorously with water? Copper, iron, sodium, gold. ആൻസർ സോഡിയം ആണ്. നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ എടുത്തു നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പൊട്ടാസ്യം പിന്നെ സോഡിയവുമാണ്. ഇങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അപ്പോൾ റിയാക്ടിവിറ്റി ടേബിൾ കൃത്യമായി നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് റിയാക്ടിവിറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ സോഡിയം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കോപ്പർ ഇൻ Cu2O? Cu2Oനെ കുപ്രസ് ഓക്സൈഡ് എന്നും വിളിക്കും. ക്യുപ്രസ് ഓക്സൈഡ്. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കോപ്പർ ഇൻ ക്യുപ്രസ് ഓക്സൈഡ്? -2, +2, +1, -1. ആൻസർ +1 ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ ഗിവൺ ആണ്. -2 ആണ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 എന്ന് വിചാരിച്ചിട്ട് ചില കുട്ടികൾ കോപ്പറിന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി വെക്കും. പക്ഷേ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുന്നതിന് മുമ്പ് കോപ്പർ 2 എണ്ണം ഉണ്ട് ഇവിടെ. Cu2 ആണ്. അപ്പോൾ കോപ്പർ 2 എണ്ണം ഉള്ള സമയത്ത് 2 എണ്ണത്തിന് വീതിച്ച് ഓക്സിഡേഷൻ നമ്പർ കൊടുക്കണം. അപ്പോൾ ഒരു കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1. അപ്പോൾ 2 കോപ്പറിനും +1 ഓക്സിഡേഷൻ കൊടുക്കണം. അങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കോപ്പർ +1 ആണ്. ആൻസർ +1. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ബോയിൽസ് ലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ബോയിൽസ് ലോ? A. If an inflated balloon is kept in sunlight, it will burst after some time. If an inflated balloon is kept in sunlight, it will burst after some time. B. As the balloon is being inflated, its volume increases. As the balloon is being inflated, its volume increases. C. The size of the air bubbles rising from the bottom of water body gradually increases. The size of air bubbles rising from the bottom of a water body gradually increases. ഇതിൽ ബോയിൽസ് ലോയിൽ ആയിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും പരിശോധിച്ചിട്ട് ഏതാണ് ബോയിൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ഇറ്റ് വിൽ ബേസ്റ്റ് ആഫ്റ്റർ സം ടൈം. ഇത് ബോയിൽസ് ലോ ആണോ?
ഇത് ബോയ്ൽസ് ലോ ആണോ? ബോയ്ൽസ് ലോ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഊതി വീർപ്പിച്ച ബലൂണ് സൺലൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ. അത് ചാൾസ് ലോ ആണ്. ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ചാൾസ് ലോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. അപ്പോൾ ഇൻഫ്ലേറ്റഡ് ബലൂണിൻ്റെ വോളിയം കൂടുമ്പോൾ അതിന് എയറിന് നിൽക്കാൻ സ്ഥലമില്ലായിട്ട് അത് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചാൾസ് ലോ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബോയ്ൽസ് ലോ അല്ല, ചാൾസ് ലോ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആസ് ദ ബലൂൺ ഈസ് ബീങ് ഇൻഫ്ലേറ്റഡ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ്. ബലൂൺ ഇങ്ങനെ നിറക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം കൂടും. ഇത് ബോയ്ൽസ് ലോ ആണോ? ഇതും ബോയ്ൽസ് ലോ അല്ല. കാരണം ബലൂൺ ഇങ്ങനെ നിറച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വോളിയം കൂടുന്നത് അത് നമ്മൾ അവഗാഡ്രോ ലോ ആണ്. കാരണം ഇങ്ങനെ വോളിയം കൂടുന്ന സമയത്ത് വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ വോളിയം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് അവഗാഡ്രോ ലോ ആണ്. അപ്പോൾ അവസാനം സി ആണ്. അപ്പോൾ അത് സി തന്നെയാണ് ബോയ്ൽസ് ലോ. എന്നാലും ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ പറയാം. അത് എങ്ങനെയാണ് വന്നത്, അതെങ്ങനെയാണ് പ്രൂവ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. The size of air bubbles rising from the bottom of a water body gradually increases. അപ്പോൾ എയർ ബബിള് അടിയിൽ നിന്ന് മുകളിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ സൈസ് കൂടി വരും. അതാണ് ബോയ്ൽസ് ലോൻ്റെ എക്സാമ്പിൾ. അതെങ്ങനെ എക്സാമ്പിൾ ആയതെന്ന് വെച്ചാൽ വോളിയം പ്രഷറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഒരു വാട്ടർ ബോഡീൻ്റെ ഏറ്റവും അടിയിൽ ബോട്ടത്തിൽ പ്രഷർ കൂടുതലാണ്. ഇങ്ങനെ പ്രഷർ കൂടുന്ന സമയത്ത് അവിടെ എയർ ബബിൾസിൻ്റെ സൈസ് കുറഞ്ഞു പോകും. കാരണം അവിടെ വോളിയം കുറവാണ്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുമെന്നാണ് ബോയ്ൽസ് ലോ പറയുന്നത്. അപ്പോൾ മുകളിൽ പ്രഷർ കുറവാണ്, വോളിയം കൂടുതലുമാണ്. അതുകൊണ്ടാണ് എയർ ബബിളിൻ്റെ സൈസും കൂടുന്നത്. അതുകൊണ്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ C. The size of the air bubbles rising from the bottom of a water body gradually increases. Sixth question. The subshell electronic configuration of an element is given in two ways. The subshell electronic configuration of an element is given in two ways. First one, 1s2, 2s2, 2p6, 3s2, 3p6, 3d4, 4s2. Second one, 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. Which is the correct electronic configuration? Give reason. Which is the correct electronic configuration and give reason. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് വൺ ആണ് കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. കാരണം half filled electronic configuration is more stable than any other electronic configuration. ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് മോർ സ്റ്റേബിൾ. അതുകൊണ്ടാണ് 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1 എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറക്റ്റ് ആയത്. സെവൻത്ത് ക്വസ്റ്റ്യൻ എ. വിച്ച് among the following metals does not react with dilute HCl? സോഡിയം, കോപ്പർ, മാഗ്നീഷ്യം, അയൺ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ. നെയിം ദ ഗ്യാസ് ഫോംഡ് വെൻ മെറ്റൽസ് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl. നെയിം ദ ഗ്യാസ് ഫോംഡ് വെൻ മെറ്റൽസ് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl. അപ്പോൾ സെവൻത്ത് ക്വസ്റ്റ്യൻ്റെ എ പാർട്ട്. വിച്ച് among the following metals does not react with dilute HCl? sodium, copper, magnesium, iron. Sodium is highly reactive and it reacts with HCl. Copper is less reactive and it does not react with HCl. Magnesium is reactive and it reacts with HCl. Iron is also reactive and it reacts with HCl. So copper does not react with dilute HCl. So copper is the answer. And second one, name the gas formed when metals react with dilute HCl. Metals HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ആണ് പുറത്തുവിടുന്നത്, ഹൈഡ്രജൻ. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ റോങ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. കറക്റ്റ് ചെയ്യാണ്ട സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എ, ആസ് ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് ഇൻക്രീസസ് എനർജി ഓഫ് ദ ഷെൽ ഡിക്രീസസ്. ബി, ഇലക്ട്രോൺ ഫില്ലിംഗ് ഇൻ ഷെൽസ് ഒക്കേഴ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. C, as distance increases, attraction between nucleus and electron decreases. D, S and P subshells are common in all shells. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ, ആസ് ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് ഇൻക്രീസസ് എനർജി ഓഫ് ദ ഷെൽ ഡിക്രീസസ്. അത് തെറ്റല്ലേ? ഡിസ്റ്റൻസ് ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുമ്പോൾ എനർജി ഓഫ് ദ ഷെൽസ് കൂടുകയാണ് ചെയ്യുന്നത്. എനർജി ഓഫ് ദ ഷെൽസ് കൂടും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അത് നമ്മളിപ്പോൾ കറക്റ്റും ചെയ്തു. പിന്നെ ബി, ഇലക്ട്രോൺസ് ഫില്ലിംഗ് ഇൻ ഷെൽസ് ഒക്കേഴ്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അതിൽ തെറ്റില്ല. ഇലക്ട്രോൺസ് ഫില്ലിംഗ് ഇൻ ഷെൽ ഒക്കേഴ്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ തന്നെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത്. സി, ആസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ് അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ഡിക്രീസസ്. ശരിയാണല്ലോ. ആസ് ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. അതിലൊരു തെറ്റുമില്ല, കുറയുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് വാലൻസ് ഇലക്ട്രോണിലുള്ള ഇലക്ട്രോൺസിനെല്ലാം, വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെല്ലാം വേഗം റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഡി, എസ് ആൻഡ് പി സബ്ഷെൽസ് ആർ കോമൺ ഇൻ ഓൾ ഷെൽസ്. എസ് ആൻഡ് പി സബ്ഷെൽസ് ആർ കോമൺ ഇൻ ഓൾ ഷെൽസ്. തെറ്റാണ്. എസ് കോമൺ ഉണ്ടാവും, പക്ഷേ പി ഒരിക്കലും എല്ലാത്തിലും കോമൺ ആയിട്ട് ഉണ്ടാവുകയില്ല. 9th question, atomic mass of some elements are given. Magnesium is equal to 24, oxygen is equal to 16. How many atoms are there in 120 gram magnesium? A question. B question, find the mass of 4 into 6.022 into 10 raised to 23 oxygen atoms. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ 120 gram ഓഫ് മഗ്നീഷ്യം? 120 gram ഓഫ് മഗ്നീഷ്യത്തിൽ ഫസ്റ്റ് ഗിവൺ ഡാറ്റ എഴുതുക. ഗിവൺ ഡാറ്റ 120 gram. 120 gram ആണ് ഗിവൺ മാസ്. ഗിവൺ ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 120 gram. അപ്പോൾ ഗിവൺ മാസ് ഇസ് ഈക്വൽ ടു 120 gram. പിന്നെ അറ്റോമിക് മാസ്, മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 24 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഇവിടെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അപ്പം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നിങ്ങൾക്കറിയാം. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക്കോ മോളിക്കുലറോ മാസ്. ഇവിടെ അറ്റോമിക് മാസ് എന്നുകൊണ്ട് ആറ്റംസ് കണ്ടുപിടിക്കണ്ടെങ്കിൽ ഇവിടെ അറ്റോമിക് മാസ് തന്നിന് ആറ്റംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 24. അപ്പോൾ ഗിവൺ മാസ് 120 ഡിവൈഡഡ് ബൈ 24. 120 ഡിവൈഡഡ് ബൈ 24 ഇസ് ഈക്വൽ ടു 5 മോൾസ്. തീർന്നില്ല. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച ചില ആൾക്കാർ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചിട്ട് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിൽക്കും. പക്ഷേ അങ്ങനെയല്ല. അപ്പം നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറഞ്ഞത്. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് കാണണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 6.022 ഇൻറ്റു 10 raised to 23. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് വെച്ചാൽ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10 raised to 23. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാസ് ഓഫ് 4 ഇൻറ്റു 6.022 ഇൻറ്റു 10 raised to 23 ഓക്സിജൻ ആറ്റം. ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് മനസ്സിലാവാണ്ട് ഇവർ ചോയ്സിന് തേടി പോകും. പക്ഷേ ഇത് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് കടക്കാം.
1 മോൾ ഓക്സിജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 ഗ്രാം ഓക്സിജനാണ് 1 മോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെ നമുക്ക് മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. 4 മോൾ ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 മോൾ ഓക്സിജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 ഗ്രാം ഓക്സിജനാണ് 1 മോൾ എന്ന് വെച്ചാൽ. അപ്പം 4 മോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 × 16 × 4 64 ഗ്രാം. എളുപ്പമല്ലേ, സിമ്പിൾ അല്ലേ? അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കഴിഞ്ഞു. 10th question. The gas in a cylinder A of volume 2 liters is completely transferred into cylinder B of volume 4 liters without changing temperature. Sub-question A. What is the new volume of the gas? Sub-question B. Gas in which cylinder experience more pressure? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. 10th ക്വസ്റ്റ്യൻ്റെ എ, വാട്ട് ഈസ് ദ ന്യൂ വോളിയം ഓഫ് ദ ഗ്യാസ്? ഇത് നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗ്യാസ് ഒരു സിലിണ്ടറിൽ നിന്ന് വേറെ സിലിണ്ടറിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിലും വലിയ സിലിണ്ടറിൻ്റെ വോളിയം എത്രയാണോ അതേ വോളിയം തന്നെയായിരിക്കും അതിൻ്റെ ന്യൂ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ സിലിണ്ടർ ബിയിലാണ് ഏറ്റവും കൂടുതൽ വോളിയം 4 ലിറ്റേഴ്സ് ഉള്ള വോളിയം ഉള്ളത്. അതുകൊണ്ട് 4 ലിറ്റേഴ്സ് ഓഫ് ഗ്യാസ് തന്നെയാണ്, അല്ലെ 4 ലിറ്റർ തന്നെയാണ് അതിൻ്റെ വോളിയം. പിന്നെ ഗ്യാസ് ഇൻ വിച്ച് സിലിണ്ടർ എക്സ്പീരിയൻസ് മോർ പ്രഷർ? ഏത് സിലിണ്ടറിൻ്റെ ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത്? ഇത് ബോയിൽസ് ലോൻ്റെ ആപ്ലിക്കേഷനാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പ്രഷർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അതിനോടായിട്ട് റിലേറ്റ് ചെയ്യുന്ന ലോസ് ഒന്ന് പഠിച്ചു വെക്കുക. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്, അതിനോടെല്ലാം റിലേറ്റ് ചെയ്യുന്ന ലോസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് ആനുവൽ പരീക്ഷയ്ക്ക് വരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 4 ലിറ്റർ എന്ന് കിട്ടിയല്ലോ. ഇപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏറ്റവും വോളിയം കുറഞ്ഞ വോളിയം കുറവുള്ള സ്ഥലത്താണ് പ്രഷർ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വോളിയം കുറവ് സിലിണ്ടർ എനാണ് വോളിയം കുറവ്. അപ്പോൾ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതുകൊണ്ട് എന്താ, വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ സിലിണ്ടർ എനാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത്. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 4 ലിറ്റർ എ. 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് 4 ലിറ്റർ എന്നും ബി പാർട്ട് സിലിണ്ടർ എന്നും കിട്ടിയല്ലോ. ഇനി ഇത്രയുമാണ് ഈ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. പാർട്ട് 2-ൽ 11 to 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ 1 to 5 ക്വസ്റ്റ്യൻസ് 1 വേർഡ് ക്വസ്റ്റ്യൻസും 6 to 10 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളിത് 10 ക്വസ്റ്റ്യൻ ആണ്, ഹാഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഹാഫ് പാർട്ട് 2-ൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.